Hi everyone, welcome back. നമ്മൾ ഇന്ന് മലപ്പുറത്തുകാരുടെ ഇഷ്ട വിഭവമായിട്ടുള്ള ഓട്ടടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മലപ്പുറത്ത് ഇതിന് ഓട്ടട എന്നാണ് പറയാറ്. അപ്പം എല്ലായിടത്തും എന്ത് പേരിലാണ് ഇത് അറിയപ്പെടുന്നതെന്ന് അറിഞ്ഞൂടാ. ഞങ്ങളൊക്കെ അധികം ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാറുള്ള സ്ഥിരമായിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പം ഇതിന്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സിദാസ് റെസിപ്പീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തലേ ദിവസം തന്നെ ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പേ ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. 1 മണിക്കൂർ കൊണ്ട് തന്നെ ആയി കിട്ടും. ഞാൻ സാധാരണയായി തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കാറാണ് കേട്ടോ ചെയ്യാറ്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി നമുക്ക് അരി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് മിക്സിയുടെ ജാറൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് അരി അരിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി ചോറ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് തലേന്ന് ബാക്കി വരുന്ന ചോറൊക്കെ ഉണ്ടാവില്ലേ, അത് ഒരു പിടി എടുത്താൽ മതി. അതായത് ഒരു 1/4 കപ്പോളം വരും. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതൊന്ന് മുങ്ങി നിൽക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പിന്നീട് നമുക്ക് മാവ് റെഡിയാക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മാവ് നന്നായിട്ടൊന്ന് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ള അരി കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ജാറിലോട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം അധികമായിട്ട് മതിയാവും. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. മാവ് കൂടുതൽ ലൂസായി പോവാനും പാടില്ല, നന്നായിട്ട് ടൈറ്റ് ആവാനും പാടില്ല. ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ലൂസാക്കിയിട്ടാണ് നമ്മൾ മാവ് കലക്കാറുള്ളത്. അതുപോലെ ആവാനും പാടില്ല. നമ്മൾ ഉഴുന്ന് ദോശ ഉണ്ടാക്കാറില്ല, അത്രയും ടൈറ്റ് ആയിട്ടും പാടില്ല. അതിൻ്റെ രണ്ടിൻ്റെ നടുക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് തേങ്ങ എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ഇതുപോലെ തന്നെ ചിരകിയിട്ട് ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് മാവ് അരക്കുന്ന സമയത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതി. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുകയും ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എങ്ങനെയായാലും ഇത് നമുക്ക് ഫ്ലോപ്പായി പോവില്ല. നല്ലോണം ആരെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ മാവിട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്ടട ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ ഓട്ടട ഉണ്ടാക്കുന്നത്. സാധാരണയായി വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പം ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഇത് ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാവിൽ നിന്ന് ഇത്തിരി ഒന്ന് ഇതിലേക്കൊന്ന് ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2 കയ്യിൽ മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1.5 കയ്യിലൊക്കെ മതിയാവും. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ടാണ് 2 കയ്യിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 3 മിനിറ്റ് മതിയാവും. അത്രയും മതിയാവും. അതിനുള്ളിൽ തന്നെ നമ്മുടെ ഓട്ടട റെഡി ആവും.
പിന്നെ നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് നന്നായിട്ട് തീ കത്തിക്കണം കേട്ടോ. നല്ല ചൂടുണ്ടാവണം. തീ നന്നായിട്ട് കത്തിയാലേ ഇത് പെട്ടെന്ന് തന്നെ ആരെടുത്തിട്ട് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആരെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ അപ്പം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടവൽ വെച്ചിട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓട്ടയുടെ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ നല്ല നല്ല കമൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ട് ആവുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.